നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. തോറ്റ കുട്ടികൾക്കും +2 സേ തോറ്റ കുട്ടികൾക്കും ജയിക്കാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കണം, സ്കിപ്പ് ചെയ്യരുത് വീഡിയോ. അതിനു മുമ്പേ വളരെ കാര്യമായ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ +2 സേയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, മാക്സിമം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് കോളുകൾ വിളിക്കാതിരിക്കുക. ഞാനതൊന്ന് പറഞ്ഞിട്ട് ഇങ്ങ് തുടങ്ങാൻ കാര്യം, കോളുകൾ വിളിക്കാതിരിക്കുക. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ശ്രദ്ധിച്ചേക്കുക. പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പറ് +2 സേ എന്ന് കൊടുത്തിട്ട് ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്നും കൊടുക്കണം. അത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. പക്ഷേ എല്ലാ വർഷത്തെ കൂട്ട് തന്നെയാണ്. എന്നാൽ പോലും കണ്ടോ, ഇപ്പം ഇത് മൊബൈലിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാക്കണം. ഞാൻ സൈലൻറ്റ് മോഡ് ഇട്ടിട്ട് പോലും. ഇനി മെസ്സേജുകൾ നിങ്ങൾ നോക്കി, ആയിരക്കണക്കിന് മെസ്സേജാണ്. ഈ ആയിരക്കണക്കിന് മെസ്സേജിന് എനിക്ക് സ്റ്റാഫിനെ കൊണ്ട് വേണമെങ്കിൽ എനിക്ക് 2 നമ്പറിലായിട്ട് ആയിരക്കണക്കിന് മെസ്സേജാണ്. അതായത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, സ്റ്റാഫുകളെ കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്ലൈ ചെയ്യിപ്പിക്കത്തില്ല. കാരണം ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ വാക്കുകളാണ് രക്ഷകർത്താക്കളും കുട്ടികളും കേൾക്കേണ്ടെന്നുള്ള രീതിയിൽ ട്രസ്റ്റ് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. കാരണം എന്തിനാണ് ഇത്രയും പേര് താല്പര്യപ്പെടുന്ന പറഞ്ഞാൽ 100% ഉറപ്പാണ് അവർക്ക് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾ ജയിച്ചിരിക്കുക. അത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾ 100 അല്ല 150% ഉറപ്പ് പറയുന്നു നിങ്ങൾ പാസ്സായിരിക്കും. അതിവിടെ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, റെഗുലറായിട്ടായാലും സേ ആയിട്ടായാലും. അതിന് ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് നമ്മളിപ്പോൾ 13-ാം തീയതി ഒരു ബാച്ച് തുടങ്ങും തിങ്കളാഴ്ച. ആ ബാച്ച് മാത്രം ചേരണം അങ്ങനൊന്നുമില്ല. 13, 14, 15, 16, 17 ആ ഒരു ശനിയാഴ്ച വരെ, തിങ്കൾ മുതൽ ശനിയാഴ്ച എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടും. ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ആദ്യം പറയില്ല ഞങ്ങൾക്ക് 5 വിഷയങ്ങൾ പോയിട്ടുള്ളവർക്ക് 6 വിഷയങ്ങൾ പോയിട്ടുള്ളവർക്ക് ഞങ്ങൾ എങ്ങനെ പഠിക്കും? ഒരു ടെൻഷൻ വേണ്ട. കാരണം നമുക്കൊരു സ്റ്റഡി പ്ലാൻ നമ്മുടെ മനസ്സിൽ അധ്യാപന രീതിയിലുണ്ട്. കൃത്യമായിട്ടും ജൂൺ 12-ാം തീയതി ഉള്ള പരീക്ഷ ഒരു 20 ദിവസം കൊണ്ട് പഠിപ്പിച്ച് റിവൈസ് ചെയ്ത് നിങ്ങൾ വിടും. അന്നേരം അത്രയ്ക്കാണ്. അതുകൊണ്ട് നോക്കി കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് കോൾ ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ. ഞാനിപ്പം ഇന്നലെ പാതിരാത്രി വരെയുള്ള തിരിച്ച് മെസ്സേജുകൾ അതുപോലെ മെസ്സേജുകൾ അയച്ചേക്കാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു വിഷമവും ഭയവും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. അപ്പം നമ്മുടെ ഇതിനകത്ത് ചേരുന്നവർക്ക് ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ പറയുകയാണ്, 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജും തിരിച്ച് റിപ്ലൈ കിട്ടും. കൃത്യമായിട്ട് നിങ്ങൾക്ക് ചേരുകയും ചെയ്യാം. ചേരേണ്ടവർക്കെല്ലാം ചേരാം. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ചേരുന്ന കുട്ടികൾ ഒരിക്കലും പിന്നെ വിഷമിക്കേണ്ട വരത്തില്ല. അവർ 100% ജയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പറയുന്നത് പോലെ ചെയ്താൽ അത്ര മാത്രമേ ഉള്ളൂ. അന്നേരം കാര്യത്തിലേക്ക് വരാം. തോറ്റ കുട്ടികൾക്ക് ജയിക്കാൻ പലരും പറയുന്നുണ്ട് വീണ്ടും വീണ്ടും തോക്കും. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്, 2, 3, 4, 5 വട്ടമൊക്കെ. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം നമ്മുടെ മനസ്സ് ഒന്ന് പാകപ്പെടുത്തുക. നമുക്ക് ജൂൺ 12-ാം തീയതി പരീക്ഷയുണ്ട്. നമുക്ക് ഇത്രയും ദിവസമുണ്ട്. നമുക്ക് ചിലർക്ക് 2 വിഷയം പോയിട്ടുള്ളവർക്ക്, ചിലർ 3 വിഷയം പോയിട്ടുള്ള, ചിലർക്ക് 1 വിഷയം പോയിട്ടുള്ളവർ കാണും, ചിലർ 5 വിഷയം പോയിട്ടുള്ളവരായിരിക്കും. പക്ഷേ അന്നേരം ഒന്നും നിങ്ങൾ നേരത്തെ പഠിച്ച പോലല്ല. ഇപ്പം നമുക്കൊരു കൃത്യമായ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഒരു ഡബിൾ പാസ് മാർക്കിൽ കൂടുതൽ, അല്ലെങ്കിൽ 40 50 മാർക്ക്, 60-ൽ 40 50 മാർക്ക്, അല്ലെങ്കിൽ ജയിക്കാനുള്ള മാർക്ക് മേടിക്കാൻ നേരം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം കുറയ്ക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. അത് റെഗുലർ ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ അറിയാമല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ വിഷയം തന്നെ നിന്നേക്കുന്നതിൽ ഒരെണ്ണം പോലും ഒരു 90%, ഒരെണ്ണം നല്ല 90% കറക്റ്റ് ആക്കിയിട്ടേ ഉള്ളൂ. അന്നേരം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ആ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. അതിൻ്റെ നോട്ട്സും അതിൻ്റെ ക്ലാസ്സുകളും കണ്ടുകൊണ്ട് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ഇവിടെ കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാം. അന്നേരം നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. അതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത്. ഇത്ര വിഷയങ്ങൾ പോയി നമ്മൾ ഇത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കൊണ്ട് പോകുക. പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ കാണും കൃത്യമായിട്ട്. എല്ലാ ദിവസവും റെക്കോർഡ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഒരു ക്ലാസ് പോലും മിസ്സാകത്തില്ല. എന്നാൽ
ലൈവ് ക്ലാസ്സുകൾ കാണും. ആ ലൈവ് ക്ലാസ്സുകൾ കൃത്യസമയത്ത് നിങ്ങൾ പറയും, നേരത്തെ ലൈവ് ക്ലാസ്സുകളുടെ സെഷൻ പറയും. ആ ലൈവ് ക്ലാസ്സിൻ്റെ സമയം അങ്ങ് ബോറടിപ്പിക്കുന്ന ലൈവ് ക്ലാസ്സുകളൊന്നുമല്ല, നിങ്ങൾക്കൊരു മോട്ടിവേഷനും എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ കാണും. അന്നേരം ഏതെല്ലാം രീതിയിൽ നിങ്ങളെ ജയിപ്പിച്ചെടുക്കാൻ സാധിക്കും ആ രീതി എല്ലാം നമ്മൾ ഇതിനകത്ത് നോക്കുന്നു. അന്നേരം അത് കഴിഞ്ഞ വർഷങ്ങളും അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളും എല്ലാം 100 അല്ല 101% അത് വിജയിച്ചതുമാണ്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലൊന്ന് ഭാവപ്പെടുത്തണം, എനിക്ക് ജയിച്ചിരിക്കണം. പിന്നെന്തിനാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് ഇനി പോളിടെക്നിക്കിനൊക്കെ പോകാം, എനിക്ക് പറ്റത്തില്ല. എന്നാൽ പിന്നെ ആദ്യമേ 10ാം ക്ലാസ് കഴിഞ്ഞ് പോളിടെക്നിക്കിന് ITIക്ക് പോകരുത്, കഷ്ടപ്പെട്ട് 2 വർഷം കളയണം. ഈ 2 വർഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന അവസരം +2 എന്ന് പറയുന്നത് ഒരു വലിയ നിധിയാണ്. അതിപ്പം നിങ്ങൾ മനസ്സിലാക്കത്തില്ല. വേറൊരു കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഇതിൽ താഴ്ന്നൊരു കോഴ്സുകൾ പഠിക്കാൻ പോകുമ്പോഴേ അറിയത്തുള്ളത് +2 നിങ്ങൾ ജയിച്ചിരിക്കണം. അത് നിങ്ങൾ വളരെ കാര്യമായിട്ട് അതൊരു ഒരു 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 ഉറപ്പിച്ചോണം. +2 എനിക്ക് നേടിയിരിക്കണമെന്ന് മനസ്സുണ്ട്. അത് അച്ഛൻ്റെയും അമ്മയുടെയും സാറ് പറയുന്നതല്ല, നമ്മൾ ഉറപ്പിക്കണം എനിക്ക് ജയിക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ജയിച്ചിരിക്കും. അതിന് നല്ല സമയമുണ്ട്. ജൂൺ 12 തീയതി മുതൽ ജൂൺ 20 തീയതി വരെ പരീക്ഷകളാണ്. സുഖമായിട്ട് നല്ല പോലെ സമയം, ഏകദേശം 1 മാസത്തോളം സമയമുണ്ട്. അതിനകത്തൊരു 10-20 ദിവസം മതി മാക്സിമം നമുക്ക് നല്ലതുപോലെ 5 വിഷയങ്ങൾ നല്ലതുപോലെ തീർക്കാൻ, നല്ലതുപോലെ പഠിപ്പിച്ച് റിവൈസ് ചെയ്ത് തീർക്കാൻ. അന്നേരം ടെൻഷൻ വേണ്ട, ജാഗ്രത മതി. ഇല്ല, കോഡിൻ്റെ തൊട്ട് ജാഗ്രത മതി, ഭയം വേണ്ട, ജാഗ്രത മതി. നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ജയിച്ച് കയറും, ഒരു സംശയം വേണ്ട. മാഷൊപ്പം ഉണ്ട്. പിന്നെ മെസ്സേജ് അയക്കുന്നതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, കോളുകൾ പരമാവധി കുറയ്ക്കുക. മെസ്സേജുകൾ നിങ്ങൾക്ക് റിപ്ലൈ എന്തായാലും നാളെയായാലും മറ്റന്നാളായാലും ഞായറാഴ്ച ആയാലും തിങ്കളാഴ്ച ആയാലും എല്ലാം കൃത്യമായിട്ട് വരും. ആദ്യം ചിലപ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നവർ, പേയ്മെൻറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നവർ ആദ്യം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമായിരിക്കും. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അടുത്ത ദിവസങ്ങളിലും എല്ലാം ചെയ്യും. അതിനകത്ത് ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് പോലും ഒരു ക്ലാസ് പോലും അടുത്ത ദിവസം കയറിയവർ ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ രീതിയിലുള്ള അങ്ങനെയുള്ള അധ്യാപകരെ വെച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാ വർഷവും എടുക്കാറുള്ളത്. അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമയമൊന്നും കളയാതെ തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും, ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അത് സയൻസിനായിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിനായിക്കോട്ടെ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്ട്രെങ്ത് ആയിട്ടിരിക്കുക, പവറായിട്ടിരിക്കുക, താന്നു പോരെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ആകുകയും ചെയ്യരുത്, ഓവർ കോൺഫിഡൻസ് ആവുകയും ചെയ്യരുത്. പഠിക്കണം. നമുക്ക് കിട്ടുന്ന അവസരം മാക്സിമം വിനിയോഗിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.